എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് കുബേര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. നല്ല അഭിപ്രായമാണ് കുബേര സിനിമ തിയേറ്ററിൽ നിന്ന് നേടിയെടുത്തത്. ധനുഷ്, രശ്മിക മന്ദാന, നാഗാർജുനയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ആമസോൺ പ്രൈമിലാണ് കുബേര സിനിമയുടെ OTT റിലീസ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. കുബേര മലയാള ഭാഷയിലും ഇന്ന് റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് അസ്ത്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. സെന്തിൽ, കലാപൻ ഷാജൻ തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് അസ്ത്ര സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്കാണ് അസ്ത്രയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പടയത്തലവൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണിത്. ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്കാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സട്ടമു നീതിയും എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ ഒരു ത്രില്ലർ സിനിമയുടെ OTT റിലീസ് ഇന്നാണ്. ഇന്ന് രാത്രി 12 മണിക്ക് സിനിമ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. അഥർവ, നിമിഷ സജയനാണ് DNA സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നാളെ രാത്രി 12 മണിക്കാണ് DNA സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ഫൂട്ടേജ് നേടിയെടുത്തത്. മഞ്ജു വാര്യരാണ് ഫൂട്ടേജ് സിനിമയിലെ നായിക. ഫൂട്ടേജിന്റെ OTTക്ക് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു ഫൂട്ടേജ്. ആമസോൺ പ്രൈമാണ് ഫൂട്ടേജിന്റെ OTT ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ അടുത്ത വീക്കാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷെയ്നിക നായകനായ സിനിമയാണ് വേല. അതുപോലെ സണ്ണി വെയിനുമുണ്ട്. നല്ല അഭിപ്രായമാണ് വേല സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. 2023 വേല സിനിമ ഇറങ്ങിയത്. 2 വർഷത്തിന് ശേഷമാണ് വേല സിനിമയുടെ OTT വരാൻ പോകുന്നത്. ആമസോൺ പ്രൈമാണ് വേല വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ മാസം 28-ന് മുന്നേ വേല സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി ഹൊറർ സിനിമയായിരുന്നു ജിന്ന്. എവറേജ് അഭിപ്രായമാണ് ജിന്നി സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. സൗബിൻ ഷാഹിറാണ് ജിന്നി സിനിമയിലെ നായകൻ. ജിന്നി സിനിമ ഇറങ്ങിയിട്ട് കാലങ്ങളായി. ഇപ്പോഴാണ് OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ആമസോൺ പ്രൈമാണ് ജിന്നി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഈ മാസം ലാസ്റ്റ് വീക്കിലാണ് ജിന്നി സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവില്യം ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു മാരിവില്യം ഗോപുരങ്ങൾ. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. സിനിമ ഇറങ്ങി വർഷങ്ങളായി. ഇപ്പോഴാണ് മാരിവില്യം ഗോപുരങ്ങൾ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഇന്ദ്രജിത്ത്, വിൻസി തുടങ്ങി ഒരുപാട് പേര് മാരിവില്യം ഗോപുരത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ മാസം ലാസ്റ്റ് വീക്കാണ് മാരിവില്യം ഗോപുരത്തിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായം നേടിയെടുത്തിട്ടും ഗെറ്റ് സെറ്റ് ബേബി OTT റിലീസ് ചെയ്യുന്നില്ല. ഉണ്ണി മുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. എന്നിട്ടും OTTയിൽ വരുന്നില്ല. ഇപ്പോഴിതാ മനോരമ മാക്സ് സിനിമ റിലീസാക്കാൻ പോവുകയാണ്. ജൂലൈ മാസം 25-ന് മുന്നേ ഗെറ്റ് സെറ്റ് ബേബി സർപ്രൈസ് ആയിട്ട് റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സർക്കിട്ട് സിനിമയ്ക്ക് ലഭിച്ചത്. ഒരു ചെറിയ കുട്ടിയുടെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ആസിഫ് അലിയാണ് സർക്കിട്ട് സിനിമയിലെ നായകൻ. സർക്കിട്ട് ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഇപ്പോഴിതാ സർക്കിറ്റിന്റെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. എന്നാൽ റിപ്പോർട്ടുകളുടെ പ്രകാരം സർക്കിട്ട് സിനിമ ഈ മാസം ലാസ്റ്റ് വീക്കിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബസൂക്കയ്ക്ക് തിയേറ്ററിൽ നിന്ന് മോശം അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ പെട്ടെന്ന് വാഷ് ഔട്ടായി. അതുകൊണ്ട് ബസൂക്ക സിനിമ ഒരുപാട് പേർക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആരാധകർ ബസൂക്കയുടെ OTTക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. C5 നേരത്തെ തന്നെ ബസൂക്ക വാങ്ങിച്ചതാണ്. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു ബസൂക്ക. മമ്മൂട്ടി മികച്ച അഭിനയമാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചത്. ബസൂക്ക ഈ വീക്കിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് തങ്കമണി പറഞ്ഞു പോയത്. നല്ല അഭിപ്രായമല്ല സിനിമയ്ക്ക് ലഭിച്ചത്. ദിലീപും നിതാപിള്ളയുമാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. തങ്കമണി തിയേറ്ററിൽ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആമസോൺ പ്രൈം തങ്കമണിയുടെ OTT വാങ്ങിച്ചു എന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. തങ്കമണി ഈ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും OTT റിലീസ്. ഒരുപാട് സിനിമകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്?
അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരിക്കലും വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.